നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. പാർപ്പിടം വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, ബാലസൗഹൃദം എന്നിവയ്ക്ക് മുൻഗണന നൽകി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം ചീരക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്നതായിരുന്നു കൊമ്പനെ. ഇന്നലെ പൂരത്തിന് എഴുന്നള്ളിച്ചിരുന്നില്ലെന്ന് പറയുന്നു. പറമ്പിൽ തളച്ചിരുന്ന ആനയെ ഇന്ന് രാവിലെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. കെട്ടഴിച്ച് ലോറിക്ക് സമീപത്തേക്ക് റോഡിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നതിനിടെ പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. പരിക്കേറ്റ പാപ്പാനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പാർപ്പിടം വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, ബാലസൗഹൃദം എന്നിവയ്ക്ക് മുൻഗണന നൽകി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 43,73,58,528 രൂപ വരവും 42,42,80,296 രൂപ ചിലവും 1,30,70,78,532 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അവതരിപ്പിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 1,10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നഗര സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്. ആയതിന്റെ ഭാഗമായി മാലിന്യത്തിന്റെ അളവും കൂടുതലാണ്. ക്ലീൻ ആൻഡ് ഗ്രീൻ കയ്പമംഗലത്തിനായി ഒരു മൊബൈൽ ഫാസ്റ്റപ്പ് യൂണിറ്റ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആയതിന് 45 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗാർഹികവും കമ്മ്യൂണിറ്റി തലത്തിലുമുള്ള മാലിന്യ പരിപാലനത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് 95,73,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി 41,70,75,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിനും 6,67,60,000 രൂപയും കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധന മേഖലകൾക്കായി 1,19,50,000 രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 5 കോടി രൂപയും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 11 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിസ്മയതീരം 2ാം ഘട്ടം, നീന്തൽക്കുളം, ടർഫ്, പൊതുശ്മശാനം, ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് കൂടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ആമുഖ പ്രസംഗം നടത്തി. നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിസ്മയതീരം പദ്ധതി തുടക്കം കുറിക്കാൻ സാധിച്ചു. ഈ വർഷവും തുക വകയിരുത്തേണ്ടതായിട്ടുണ്ട്. തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിരകാല സ്വപ്നമാണ് കളിക്കളം. പ്രാരംഭഘട്ടമായി ബഹുമാനപ്പെട്ട കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ അവരുടെ ബഡ്ജറ്റിൽ നിന്നും നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് അഭിമാനപൂർവ്വം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഈ ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു പദ്ധതി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് സമർപ്പിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ PA ഇസ്ഹാഖ്, PK സുകന്യ, ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി J ഗിരിജ, അസിസ്റ്റന്റ് സെക്രട്ടറി PS. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ EMS സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ. വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും. കൂടാതെ എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള സിലബസ് ഇപ്പോൾ ഉണ്ടാക്കി വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് പ്രൈമറി തലം തൊട്ട് തന്നെ കായിക പഠനം നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തിക്കുക എന്നുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിൽ സ്പോർട്സിനെ ഒരു സബ്ജക്റ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ ആ മേഖലയിൽ തന്നെ സ്പോർട്സിൽ തന്നെ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികളാവും. ഇപ്പോൾ തന്നെ സ്പോർട്സ് സയൻസ് അടക്കമുള്ള വിഷയങ്ങളിൽ 5ഓളം കോഴ്സുകൾ ആരംഭിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഈ കായിക പ്രവർത്തനങ്ങൾ ഒരു സാമ്പത്തിക മേഖലയായി മാറ്റുന്നതോടുകൂടി തന്നെ ഈ വർഷത്തിൽ മാത്രം നമ്മൾ 10,000 തൊഴിലുകൾ ഈ മേഖലയിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ തൃശൂർ ജില്ലയിൽ ലാലൂരിലും GV രാജ സ്പോർട്സ് സ്കൂളിനുമടക്കം കളിക്കളങ്ങൾ ഒരുക്കുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കളിക്കളങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ജോലി സാധ്യതകൾ കൂടി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനായി പഞ്ചായത്ത് ബജറ്റിൽ 2% കായിക പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2015 മുതൽ 2024 വരെയുള്ള കാലയളവിലെ MLA ഫണ്ടിൽ നിന്ന് 2.45 കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ എക്കൗസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. തറ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി. ഗ്രീൻ റൂമുകൾ, ടോയ്ലറ്റുകൾ, ഓഫീസ് റൂം ഉൾപ്പെടെ സജ്ജമാണ്. കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമത്തിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. ചാഴൂർ അച്യുതമേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷനായി. മുൻ MLA ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കായിക താരങ്ങളുടെ ജൂഡോ അവതരണവും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളായി എടത്തിരി നടന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം സമാപിച്ചു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ മാധ്യമപ്രവർത്തക KK ഷാഹിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിഷത്തിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയത്താണ്. ആസന്നമായിട്ടുള്ള ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ ഏതാണ്ട് 15 രാജ്യങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് 2024. ലോകമെമ്പാടും, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അതിതീവ്ര വലതുപക്ഷവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം വമ്പിച്ച തോതിൽ ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ അത് വളരെ വളരെ പ്രകടമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈയിടെ വന്ന ഒരു പഠനമനുസരിച്ച്, ഓക്സ്ഫാമിൻ്റെ ഒരു പഠനമനുസരിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ പൊതുവായും കോവിഡിന് ശേഷം വിശേഷിച്ചും സമ്പന്നർ അതിസമ്പന്നരായി മാറുകയും ദരിദ്രർ അതിദരിദ്രരായി മാറുകയും ചെയ്യുന്ന തരത്തിൽ വലിയ തോതിൽ ഈ ഒരു ധ്രുവീകരണം ലോകത്ത് സംഭവിച്ചു എന്നാണ് അവരുടെ പഠനത്തിൽ പറയുന്നത്. അതായത് ലോകത്തെ ആദ്യത്തെ 5 സമ്പന്നരെ എടുത്താൽ, അതിലൊരാൾ നമ്മുടെ നാട്ടുകാരനാട്ടോ, അദാനിയാണ്. ലോകത്തെ ആദ്യ 5 സമ്പന്നരെ എടുത്താൽ അവരുടെ സമ്പത്ത് 2020 ശേഷം 50% അതിൽ കൂടുതലോ ആയിട്ട് വർദ്ധിച്ചു എന്നാണ് കണക്ക്. അതേസമയം ദരിദ്രരുടെ എണ്ണം 5 മില്യൺ കൂടി വർദ്ധിച്ചു എന്നാണ് അവർ പറയുന്നത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ മാനവരാശിയുടെ 60% മനുഷ്യരും നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക നിലയിൽ നിന്നും താഴോട്ട് പോയ ഒരു സാഹചര്യമാണ് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്ത്യയിലും ബാധകമാണ്. ഇന്ത്യയിൽ ഒരു പക്ഷേ ഇത് അതിരൂക്ഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. ആകെ 125 രാജ്യമാണ് ആ പട്ടികയിലുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ രാജ്യം നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പരിഷത്തിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്, നമ്മളിതൊക്കെ സംസാരിക്കുന്നത്. പരിഷത്ത് പ്രസിഡന്റ് C വിമല അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, മന്ത്രികം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നവമി പ്രസാദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ NN അനിലൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കടൽത്തീരത്ത് കടലാക്രമണത്തിന്റെ തോത് കണക്കാക്കി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയ ഭാഗങ്ങളിൽ മെട്രോ പാഡ് ഭിത്തി സജ്ജീകരിക്കുന്നതിന് ഉടനെ ഉന്നതതല യോഗം വിളിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ.
കേരള നിയമസഭയുടെ 15ാമത് സമ്മേളനത്തിൽ E.T. ടൈസൺ മാസ്റ്റർ MLA അവതരിപ്പിച്ച തീരപ്രദേശത്തെ കടലാക്രമണവും ടെട്രോ പാഡ് വിരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. NCCRന്റെ പഠന റിപ്പോർട്ടിന് ശേഷമുള്ള ഡിസൈൻ തയ്യാറാക്കി എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെൻഡർ ക്ഷണിച്ച് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ വേണ്ട അത് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ആരംഭിക്കാൻ വേണ്ട ശക്തമായ ഇടപെടൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടാകണം. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തിൽ 8 പ്രവൃത്തികൾക്കായി 104.17 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും 7 പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 4 പ്രവൃത്തികൾക്കായി 106.4 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും 2 പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 പ്രവൃത്തികൾക്കായി 61 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും 5 പ്രവൃത്തികളും പൂർത്തീകരിക്കുകയും ചെയ്തുവെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആവർത്തിച്ചുണ്ടാകുന്ന കടൽക്ഷോഭത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര ജല കമ്മീഷൻ, IIT ചെന്നൈ, ജലസേചന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ വിശദമായ വിവരശേഖരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തീരസംരക്ഷണം അത്യാവശ്യമായ 10 ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തൃശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ തീരപ്രദേശ ഭാഗം. ചെന്നൈ അടിസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന NCCR എന്ന സ്ഥാപനവുമായി 2011 ധാരണാപത്രം ഒപ്പുവെക്കുകയും സംരക്ഷണത്തിനായി വിശദമായ പഠനങ്ങൾ ആവശ്യമായതിനാൽ NCCRന്റെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കയ്പമംഗലം ഉൾപ്പെടെ ഹോട്ട്സ്പോട്ടുകൾക്ക് കരട് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതിൽ ജലസേചന വകുപ്പ് ചില സാങ്കേതിക മാറ്റങ്ങൾ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ NCCR വിദഗ്ധർ കയ്പമംഗലം ഉൾപ്പെടെയുള്ള ഹോട്ട്സ്പോട്ടുകൾ സ്ഥലപരിശോധന നടത്തുകയും അവയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനും അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനും ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് NCCR പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ മാസം 31-ന് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇതിൽ ഡിസൈൻ എത്രയും വേഗം NCCRനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. NCCR വിദഗ്ധർ 4 ഹോട്ട്സ്പോട്ടുകളിൽ സ്ഥലപരിശോധന നടത്തുകയും അവയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് NCCR പ്രതിനിധികളെ തിരുവനന്തപുരത്ത് ക്ഷണിച്ച് വരുത്തി സർക്കാർ തലത്തിൽ 31/1/24 ചർച്ച നടത്തി. ഡിസൈൻ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ടൈസൺ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അവരെ ഇവിടെ വിളിച്ച് ഇതിൻ്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരമായി MLAയും കൂടെ ഉൾപ്പെടുന്ന നിലയിൽ ഇതിൻ്റെ അവസാനഘട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പായി ഒരു മീറ്റിംഗ് കൂടെ വിളിച്ചു ചേർത്ത് ഗൗരവപൂർവ്വമായി കണ്ട് അടിയന്തരമായി ഈ കാര്യം ചെയ്യുന്നതിന് പരിപൂർണമായ ശ്രദ്ധ ഗവൺമെന്റ് ചെലുത്തും. NCCRന്റെ പഠന റിപ്പോർട്ട് ലഭ്യമായാൽ ഉടൻ തന്നെ ഉന്നതതല യോഗം വിളിച്ച എത്രയും വേഗം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. 33 വർഷത്തോളം അല്ലെങ്കിൽ 14 വർഷം പണമടച്ച തൊഴിലാളിക്ക് കിട്ടേണ്ട തുകയുടെ പകുതി മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അത് ഒരു വഞ്ചനയാണ് ശരിക്കും പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നവകേരള സദസ്സ് നടത്തിയത്. ഈ നവകേരള സദസ്സിനകത്ത് നമ്മുടെ സംസ്ഥാനം 140 മണ്ഡലങ്ങളിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറിച്ചതുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഒരു കൃത്യമായ മറുപടി ഈ സമയമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. വീണ്ടും നമ്മളൊരു സമരം നടത്തി. ജനുവരി 31-ാം തീയതി സംസ്ഥാനത്തെ 13 ക്ഷേമനിധി ഓഫീസുകളിലേക്ക് നമ്മൾ മാർച്ച് ധർണ നടത്തുകയുണ്ടായി. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഇതുകൊണ്ടും നമ്മുടെ ഈ റിട്ടയർമെന്റ് തുക കുറിച്ചൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തുടർന്നും ഒരു സമരമുഖത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ പങ്കെടുക്കാത്ത എത്രയോ സമരങ്ങൾ സംസ്ഥാന തലത്തിൽ ഇതിന് സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംഘടന തീരുമാനിച്ചിട്ടുള്ളത് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്.
ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിന്ധു സുനിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ, അമൃത മോഹൻലാൽ, വിശാലാക്ഷി, TS ബേബി എന്നിവർ സംസാരിച്ചു. വളർന്നു വരുന്ന വിദ്വേഷങ്ങൾക്കെതിരായി നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് പ്രതിരോധം തീർക്കാൻ കഴിയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ P. മുജീബ് റഹ്മാൻ. നവീകരിച്ച കാളമുറി മസ്ജിദ് മുബാറക്കിന്റെ സമർപ്പണവും സൗഹൃദ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളെയുമൊക്കെ മുഖവിലക്കെടുക്കാനും അതിനെ കൂടി അഭിമുഖീകരിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച, നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുത്തത് എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. നീണ്ട പതിറ്റാണ്ട് കാലം അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ത്യയാകുന്നത്. ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്ന നമ്മുടെ നാട് ഒരൊറ്റ റിപ്പബ്ലിക്കായി മാറി 7 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. 7.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. നമ്മൾ അഭിമാനിക്കുന്നു, നമ്മൾ സന്തോഷിക്കുന്നു, നമ്മളെല്ലാവരുമാണ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയത് എന്ന്. വംശീയതയ്ക്കെതിരെ മാനവ സാഹോദര്യത്തിന്റെ പ്രഖ്യാപനമാണ് മസ്ജിദുകൾ. ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടായ സഹോദരങ്ങളാണ് സകല മനുഷ്യരുമെന്നാണ് മതം പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ പൂർത്തീകരണമാണ് ആരാധനാലയങ്ങളിലൂടെ നടക്കേണ്ടത്. വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പുമ്പോൾ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ദൗത്യം പൂർത്തിയാകുന്നതെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് അധ്യക്ഷനായി. ജനസേവനപരമായ ഒരു കേന്ദ്രവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 70 വർഷം ഈ മസ്ജിദ് ഇവിടെ നിർവഹിച്ച ദൗത്യം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിക്കുന്ന ഒരു മാനവിക കേന്ദ്രവും കൂടിയായി ഈ പള്ളി മാറുകയാണ്. നമ്മുടെ ഈ നാഷണൽ ഹൈവേ ഈ പ്രദേശത്തെ 2 ഭാഗങ്ങളായി തിരിക്കുമ്പോൾ ആ 2 ഭാഗത്തുമുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയായി മസ്ജിദ് മുബാറക്ക് മാറണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബെന്നി ബഹനാൻ MP, E.T. ടൈസൺ MLA, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം, മതിലകം ഏരിയ പ്രസിഡന്റ് PA അബ്ദുൽ വാഹിദ്, വനിതാ വിഭാഗം ഏരിയ കൺവീനർ സുമയ്യ ഫൈസൽ, പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, മഹല്ലു ഖത്തീബ MI അബ്ദുൽ ജലീൽ, സ്വാഗത സംഘം കൺവീനർ ജമാൽ മുഹമ്മദ്, മഹല്ല് സെക്രട്ടറി PV ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. നാം പ്രതീക്ഷിക്കുന്ന പലതിന്റെയും അടിവേര് ഇളക്കി നോക്കുകയാണ്, മാന്തി നോക്കുകയാണ്, ഖനനം ചെയ്യുകയാണ്, പുതിയ രീതി ഉണ്ടാക്കുകയാണ്. ഏതോ ഒരു കാലത്ത് ഉണ്ടായിരുന്നതിനൊക്കെ അല്ലേ ആ വശമാണെന്ന് ഇപ്പൊ തിരിച്ചറിയുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന കോടതികളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാം അതിനെ ശരിവെക്കുകയാണ്. തെറ്റാണെന്ന് സമ്മതിച്ചിട്ട് പോലും തെറ്റ് എന്ന് പറയാൻ തെറ്റിന് ശിക്ഷ കൊടുക്കുകയോ ചെയ്യാതെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. ആധുനിക യുഗത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുകയാണ്, ഉത്കണ്ഠ സൃഷ്ടിക്കുകയാണ്. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്മ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, യോജിപ്പ് കൊണ്ട്, മാനവികത കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ചടങ്ങിൽ വിദ്യാഭ്യാസ ചികിത്സാ സഹായ വിതരണവും നടത്തി. CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷിജാൻ അബൂബക്കറിനെയും പള്ളിയുടെ നിർമ്മാണ ചുമതല വഹിച്ച റഫീഖ് വൈപ്പിപ്പാടത്ത്, ഈസ വൈപ്പിപ്പാടത്ത് എന്നിവരെയും ആദരിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല മജ്ലിസുന്നൂർ SYS SK SSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാമത് മജ്ലിസുന്നൂർ വാർഷികം സംഘടിപ്പിച്ചു. SKJM മതിലകം റേഞ്ച് സെക്രട്ടറി ജാഫർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയൊരു പ്രദേശത്തിന്റെ ഉള്ളിൽ നല്ലതായിരിക്കുന്ന ദീനി സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യേകമായ കൊടികൾ വെച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു സംഘടനയുടെ കീഴിൽ തന്നെ ആ സംഘടനയുടെ കീഴിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി നല്ല ഒരു സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയും അതുപോലെ ഖുർആൻ ഓതി മജ്ലിസുന്നൂർ നടത്തി നല്ലൊരു സംരംഭത്തോടുകൂടി എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരമായി കൊണ്ടാണ് ഈ മജ്ലിസുന്നൂർ ഇവിടെ ഒരു വീട് നൽകുന്നത്. വീണ്ടും അടുത്ത വീട്ടിലേക്ക് നൽകുന്ന ശ്രദ്ധയാണ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരുമിച്ച് കൂടൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തോടുകൂടെ മുസ്ലിം സമുദായം ഇത്രമാത്രം ലോകത്തിന്റെ മുമ്പിൽ പീഡിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യചിഹ്നമാകുന്ന അവരുടെ നിലയെ
മദ്രസകൾ പൊളിഞ്ഞു പോകുന്ന സമയത്ത് നൂറുകണക്കിന് മുസ്ലിം സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഗസയിലും മറ്റുമൊക്കെ പിടഞ്ഞു വീണ് മരിക്കുന്ന സമയത്ത്, നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന സമയത്ത്, മനസ്സ് ചിതറിപ്പോകുന്ന സമയത്ത് നമുക്കൊരല്പമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള വേദികൾ ഒരുക്കുന്നത് വലിയ വലിയ ഒരു എടുത്തു പറയുന്ന സദസ്സുകളും കാര്യങ്ങളുമാണ്. ബൈത്തന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. മൻസൂർ അലി ധാരിമി കാപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ പോലും സാധിക്കാത്ത വിധം ഒരു 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് 8ഓളം കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമായി നിങ്ങൾ കാണരുത്. മുഹമ്മദ് ഷാക്കിർ റഹ്മാനി, മുബാറക് റഹ്മാനി എന്നിവർ മജ്ലിസിനൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി. ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് നിർധന കുടുംബത്തിനുള്ള ആധാര കൈമാറ്റവും ദുവായ്ക്കും നേതൃത്വം നൽകി. സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി, മജ്ലിസിനൂർ കോർഡിനേറ്റർ PK മൂസാൻ എന്നിവർ സംസാരിച്ചു. SNDP കൈപ്പമംഗലം ബീച്ച് ശാഖയിൽ ശിവഗിരി മഠം സ്വാമിയും പെരിങ്ങോട്ടുകര ശ്രീനാരായണ മഠം സെക്രട്ടറിയുമായ സ്വാമി ദിവ്യാനന്ദഗിരിക്ക് സ്വീകരണവും ഗുരുപൂജയും നടത്തി. ബീച്ച് ശാഖയിൽ ഗുരുമന്ദിരത്തിലെ ഗുരുദേവ പ്രതിഷ്ഠ നടത്തിയതിന്റെ 10ാം വാർഷികവും 125ാമത് പ്രതിമാസ ചതയ പൂജയുമാണ് നടത്തിയത്. സ്വാമി ദിവ്യാനന്ദഗിരിയെ ശാഖയിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV രമേശ്, നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, ദേവമംഗലം ശാഖാ സെക്രട്ടറി TS പ്രദീപ്, വൈസ് പ്രസിഡന്റ് KR സത്യൻ, രാമു ചക്കാലയ്ക്കൽ, TM രാധാകൃഷ്ണൻ, AV മല്ലിനാഥൻ, വനിതാ സംഘം പ്രസിഡന്റ് രാജി ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് കൈരളി വത്സൻ, സെക്രട്ടറി ഇന്ദിര രാജഗോപാൽ, അഗസ്തേശ്വരപുരം ശാഖാ സെക്രട്ടറി മനോഹരൻ കുറ്റിക്കാട്ട്, കൂരിക്കുടി ശാഖാ സെക്രട്ടറി ശശി മുദ്രപ്പറമ്പിൽ, കയ്പമംഗലം ശാഖാ സെക്രട്ടറി വനജ ശിവരാമൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം തോട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ റിലീഫ് കമ്മിറ്റിയും വനിതാ വിംഗും ചേർന്ന് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാക്കാതുരുത്തി സീഷോർ ഫാമിൽ നടന്ന സ്നേഹസംഗമം പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അതിനോടനുബന്ധിച്ച് നമ്മുടെ വനിതാ വിംഗ് രൂപീകരിച്ചതും വനിതകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായി അധ്യക്ഷ പ്രസംഗത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ ഈ പാലിയേറ്റീവ് വയോജന സംഗമം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ ഒരു പാലിയേറ്റീവ് നമ്മൾക്കുണ്ട്. എന്നാലും ചെലവ് ഫണ്ട് പോകാത്ത അവസ്ഥയാണ്. വനിതാ വിംഗ് പ്രസിഡന്റ് നസീമ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, മഹല്ല് പ്രസിഡന്റ് സുലൈമാൻ ഹാജി, റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് EA നവാസ്, UAE വെൽഫെയർ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, വനിതാ വിംഗ് സെക്രട്ടറി സബിത സഗീർ, ട്രഷറർ ഹസീന അക്ബർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വർഗീസ് അബൂക്കൻ, മുസ്തഫ ഹാജി പോക്കാക്കില്ലത്ത്, അബ്ദുൽ കരീം ഓരക്കോട്ട്, ഹക്കീമിയ മൊയ്തു വൈദ്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരുക്കേറ്റു. പാർപ്പിടം വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, ബാലസൗഹൃദം എന്നിവയ്ക്ക് മുൻഗണന നൽകി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.